നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കാണിപ്പയൂരിലെ മാലമോഷണം, പ്രതികൾ പിടിയിലായതായി സൂചന. 82-കാരിയുടെ മാല കവർന്ന സംഭവത്തിൽ കസ്റ്റഡിയിലുള്ളത് പൊറക്കളങ്ങാട് ആനയ്ക്കൽ സ്വദേശികൾ. ഇവരെ പിടികൂടിയത് ഗുരുവായൂരിലെ ലോഡ്ജിൽ നിന്ന്. പിതൃമോക്ഷ പുണ്യവുമായി കർക്കിടക വാവുബലി. പിതൃദോഷം അകറ്റാനും പിതൃക്കൾക്ക് ആത്മശാന്തി ലഭിക്കാനുമായി ക്ഷേത്രങ്ങളിൽ നടന്ന ബലിയിടൽ ചടങ്ങുകൾ ഭക്തി നിർഭരം. ക്ഷേത്രങ്ങളിലും സ്നാനഘട്ടങ്ങളിലും ബലിയിടാനായി ആയിരങ്ങളെത്തി. കുന്നംകുളം പുതിയ ബസ് സ്റ്റാൻഡിനടുത്ത് തെരുവ് നായ ആക്രമണം. 3 പേർക്ക് കടിയേറ്റു. കുന്നംകുളം ഗുരുവായൂർ റോഡിൽ നിന്നും ഖാദി ബിൽഡിംഗ് വഴി പുതിയ ബസ് സ്റ്റാൻഡിലേക്ക് പോകുന്ന വഴിയിലാണ് തെരുവ് നായ്ക്കൾ വിഹരിക്കുന്നത്. നഗരസഭ സത്വര നടപടികൾ സ്വീകരിക്കണമെന്ന ആവശ്യം. അന്തരിച്ച മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദനെ സാമൂഹിക മാധ്യമത്തിലൂടെ അധിക്ഷേപിച്ചുവെന്നാരോപിച്ച് അധ്യാപകനെതിരെ പോലീസിൽ പരാതി. ചാത്തന്നൂർ ഹൈസ്കൂളിലെ അധ്യാപകൻ KC വിപിനെതിരെ ഡിവൈഎഫ്ഐ കറുകപ്പുത്തൂർ മേഖലാ സെക്രട്ടറി TR കിഷോറാണ് ചാലിശ്ശേരി പോലീസിൽ പരാതി നൽകിയത്. ടാർ ചെയ്ത് 1 മാസത്തിനകം തകർന്ന റോഡിൽ കടലാസ് വഞ്ചികൾ ഇറക്കി യൂത്ത് കോൺഗ്രസിന്റെ വേറിട്ട പ്രതിഷേധം. ഒരുമനൂർ കുണ്ടുവക്കടവ് റോഡ് സഞ്ചാരയോഗ്യമാക്കുക എന്ന ആവശ്യം ഉന്നയിച്ച് യൂത്ത് കോൺഗ്രസ് ഒരുമനൂർ മണ്ഡലം കമ്മിറ്റിയാണ് വേറിട്ട പ്രതിഷേധം നടത്തിയത്. കാണിപ്പയൂരിലെ മാലമോഷണം, പ്രതികൾ പിടിയിലായതായി സൂചന. 82-കാരിയുടെ മാല കവർന്ന സംഭവത്തിൽ 2 പ്രതികൾ പിടിയിലായതായി സൂചന. ആനയ്ക്കൽ, പൊറക്കളങ്ങാട് സ്വദേശികളാണ് കസ്റ്റഡിയിലുള്ളത് എന്നാണ് സൂചന. മൊബൈൽ ലൊക്കേഷൻ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ ഗുരുവായൂരിലെ സ്വകാര്യ ലോഡ്ജിൽ നിന്നാണ് പ്രതികൾ പിടിയിലായതെന്നാണ് വിവരം. പ്രതികളെ പോലീസ് ചോദ്യം ചെയ്തു വരികയാണ്. കാണിപ്പയൂർ മംഗളോദയം റോഡിൽ താമസിക്കുന്ന അമ്പലത്ത് വീട്ടിൽ ശാരദയുടെ 1.5 പവൻ തൂക്കം വരുന്ന സ്വർണ്ണമാലയാണ് സ്കൂട്ടറിലെത്തി പ്രതികൾ പൊട്ടിച്ചെടുത്തത്. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച അന്വേഷണമാണ് വഴിത്തിരിവായത്. സംഭവം നടന്ന് മണിക്കൂറുകൾക്കകം തന്നെ പ്രതികളെ വലയിലാക്കാൻ പോലീസിന് സാധിച്ചുവെന്നാണ് റിപ്പോർട്ട്. പിതൃമോക്ഷ പുണ്യവുമായി കർക്കിടക വാവുബലി. പിതൃദോഷം അകറ്റാനും പിതൃക്കൾക്ക് ആത്മശാന്തി ലഭിക്കാനുമായി ക്ഷേത്രങ്ങളിൽ നടന്ന ബലിയിടൽ ചടങ്ങുകൾ ഭക്തി നിർഭരമായി. ക്ഷേത്രങ്ങളിലും പ്രധാന സ്നാനഘട്ടങ്ങളിലും പുലർച്ചെ മുതൽക്കേ വലിയ ഭക്തജന തിരക്കാണ് അനുഭവപ്പെട്ടത്. തലേദിവസം വ്രതമെടുത്ത് ഈറനണിഞ്ഞ് മൺമറഞ്ഞ പിതൃക്കളെ സ്മരിച്ചാണ് ഭക്തി ആദരപൂർവ്വം ബലിതർപ്പണം നടത്തിയത്. എള്ള്, ഉണക്കലരി, വെള്ളം, ദർഭപ്പുല്ല്, പുഷ്പങ്ങൾ എന്നിവയാണ് പൂജാദ്രവ്യങ്ങൾ. പിതൃക്കൾക്ക് പ്രാധാന്യമുള്ള ദക്ഷിണായനത്തിലെ ആദ്യ അമാവാസിയാണ് കർക്കിടകത്തിലേത്. സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും ക്ഷേത്രങ്ങളിൽ വിപുലമായ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരുന്നത്. മേഖലയിലെ വിവിധ ക്ഷേത്രങ്ങളിൽ നടന്ന ബലിതർപ്പണ ചടങ്ങുകളുടെ വിശദാംശങ്ങൾ ഈ വാർത്താ ബുള്ളറ്റിനിൽ തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ മറ്റു വാർത്തകളിലേക്ക്. കുന്നംകുളം പുതിയ ബസ് സ്റ്റാൻഡിനടുത്ത് തെരുവുനായ ആക്രമണം, 3 പേർക്ക് കടിയേറ്റു. കുന്നംകുളം ഗുരുവായൂർ റോഡിൽ നിന്നും ഖാദി ബിൽഡിംഗ് വഴി പുതിയ ബസ് സ്റ്റാൻഡിലേക്ക് പോകുന്ന വഴിയിലാണ് തെരുവുനായ്ക്കൾ വിഹരിക്കുന്നത്. ഗുരുവായൂർ റോഡിൽ നിന്നും പുതിയ ബസ് സ്റ്റാൻഡിലേക്ക് പോകുന്ന എളുപ്പവഴിയാണിത്. വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നിരവധി പേരാണ് ബസ് സ്റ്റാൻഡിലേക്ക് പോകാൻ ഈ വഴി ഉപയോഗപ്പെടുത്തുന്നത്. 10ഓളം നായ്ക്കൾ ഇവിടെ സ്ഥിരമായി തമ്പടിക്കുന്നുണ്ട്. ഇതിൽ ഒരെണ്ണമാണ് ഇന്ന് 3 പേരെ കടിച്ചത്. ഇവർ തൃശൂർ മെഡിക്കൽ കോളേജിലെത്തി ചികിത്സ തേടി. കഴിഞ്ഞ ദിവസവും ഇവിടെ ഒരാളെ നായ കടിച്ചിരുന്നു. തെരുവുനായ നിയന്ത്രണത്തിന് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് അധികാരമുള്ള സാഹചര്യത്തിൽ കുന്നംകുളം നഗരസഭ വിഷയത്തിൽ ഗൗരവപൂർണമായ നടപടികൾ സ്വീകരിക്കണമെന്നാണ് ഉയരുന്ന ആവശ്യം. ഞങ്ങൾ തണ്ണീർക്കോട് നിന്ന് വണ്ടിയുടെ യൂണിറ്റ് ചെക്ക് ചെയ്യാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ കട ഞങ്ങൾക്ക് എവിടെയൊന്നും അറിയില്ല. അപ്പോൾ ഞങ്ങൾ അതിൻ്റെ ബോർഡ് നോക്കിയിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ ആളുടെ പിൻഭാഗത്ത് വന്നിട്ട് നായ കടിച്ചു. പിന്നെ നായനെ ചവിട്ടുക ശല്യം ചെയ്യുമെന്ന് ചെയ്തിട്ടില്ല. നായ കടിച്ചപ്പോൾ നോക്കി നോക്കുമ്പോൾ നായ ബാക്കിൽ നിന്ന് പിടിച്ചത് കാലിന്. അപ്പോൾ വീണ്ടും നായ പിന്നെ കടിക്കാനാണ് വരുന്നത്. അപ്പോൾ കല്ലെടുത്തപ്പോൾ പിന്നെ നായ കൊണ്ട് ഒഴിഞ്ഞു പോയി. ഞങ്ങൾ ഇപ്പോൾ തൃശ്ശൂർ പോയി മെഡിക്കൽ കോളേജിൽ പോയി ഇനിയിപ്പോൾ 4 ദിവസം ഇനി എടുക്കാണ്ട് 4 ട്രിപ്പ് എടുക്കാണ്ട്. അപ്പോൾ എന്താ പറയാനുള്ളത് വെച്ചാൽ ഇനി ഇതുമാതിരി വേറെ പുറത്തുനിന്ന് വരുന്ന ആളുകൾക്ക് അറിയില്ല ഇവിടെ നായ്ക്കളുണ്ടോ എന്താ. നമ്മളിതുമാതിരി ഓരോ കാര്യങ്ങൾക്ക് വരുമ്പോൾ അങ്ങനത്തെ ശല്യങ്ങളില്ലാതിരിക്കാൻ ഇവിടുത്തെ വേണ്ടപ്പെട്ട അധികൃതർ അതിൽ ഇടപെട്ട വലിയ സന്തോഷമായിരുന്നു. നമ്മുടെ ഗാദിയുടെ പരിസരം തെരുവ് നായ്ക്കളുടെ ശല്യം ഭയങ്കര രൂക്ഷമായിട്ടുണ്ട്. ഒരു 3-4 പേരൊന്ന് കടി. അതിന് ശക്തമായിട്ടുള്ളൊരു നടപടി എടുക്കണമെന്ന് ഈ മുനിസിപ്പാലിറ്റിയോട് ഞാൻ അഭ്യർത്ഥിക്കുന്നു. എരുമപ്പെട്ടി പാത്രമംഗലത്ത് നിയന്ത്രണം വിട്ട കാർ വ്യാപാര സ്ഥാപനവും വീടും ഇടിച്ചു തകർത്തു.
എയ്യാൽ സ്വദേശി ഓടിച്ചിരുന്ന കാറാണ് നിയന്ത്രണം വിട്ട് അപകടത്തിൽപ്പെട്ടത്. പാത്രമംഗലം തേവര ശശിയുടെ ഓടിട്ട വീടാണ് തകർന്നത്. കാറിടിച്ച് വീടിന്റെ മുൻവശത്തെ ചുമർ പൂർണ്ണമായും തകർന്നു. തട്ടാൻ വീട്ടിൽ രവിയെന്ന് വിളിക്കുന്ന നാരായണന്റെ ഉടമസ്ഥതയിലുള്ള PNV സ്റ്റോഴ്സ് എന്ന പേരിലുള്ള കടയ്ക്കും നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കടയുടെ മുൻവശത്തെ ട്രസ്സിന്റെ കാലുകൾ കാറിടിച്ച് തകർന്നതിനെ തുടർന്ന് ട്രസ് നിലംപൊത്തി. മുൻവശത്ത് വിൽപ്പനയ്ക്ക് വെച്ചിരുന്ന പച്ചക്കറിയും പലവ്യഞ്ജനങ്ങളും കാറിടിച്ച് കയറി ഉപയോഗശൂന്യമായി. കാറിന്റെ മുൻവശം തകർന്നിട്ടുണ്ട്. അപകടത്തിൽ ആർക്കും പരിക്കില്ല. അന്തരിച്ച മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദനെ സാമൂഹിക മാധ്യമത്തിലൂടെ അധിക്ഷേപിച്ചുവെന്നാരോപിച്ച് പോലീസിൽ പരാതി. ചാത്തന്നൂർ ഹൈസ്കൂളിലെ അധ്യാപകൻ KC വിപിനെതിരെ ഡിവൈഎഫ്ഐ കറുകപ്പുത്തൂർ മേഖലാ സെക്രട്ടറി TR കിഷോറാണ് ചാലിശ്ശേരി പോലീസിൽ പരാതി നൽകിയത്. സംഭവം വിവാദമായതോടെ അധ്യാപകൻ പോസ്റ്റിൽ തിരുത്തലുകൾ വരുത്തിയെങ്കിലും പഴയ പോസ്റ്റിന്റെ സ്ക്രീൻഷോട്ടുകൾ സാമൂഹിക മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. ചാത്തന്നൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ മലയാളം അധ്യാപകനാണ് KC വിപിൻ. പ്രവർത്തനം നിലച്ച കടവല്ലൂർ ആരോഗ്യ ഉപകേന്ദ്രത്തിലേക്ക് കോൺഗ്രസ് മാർച്ച് നടത്തി. പഞ്ചായത്തിലെ ഭരണ പരാജയത്തിനെതിരെ പാഴായിപ്പോയ കാൽനൂറ്റാണ്ട് എന്ന മുദ്രാവാക്യവുമായി കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി നടത്തുന്ന സമര പരമ്പരയുടെ ഭാഗമായിട്ടാണ് പ്രവർത്തനം നിലച്ച കടവല്ലൂർ ആരോഗ്യ ഉപകേന്ദ്രത്തിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചത്. പതിറ്റാണ്ടുകളായി കടവല്ലൂർ പ്രദേശത്തെ ജനങ്ങൾക്ക് ആശ്വാസമായിരുന്ന ആരോഗ്യ ഉപകേന്ദ്രത്തിൽ ഡോക്ടറും ഫാർമസിസ്റ്റുമില്ലാതെ ചികിത്സ നിലച്ച നിലയിലാണ്. 30 ലക്ഷം രൂപ ചെലവഴിച്ച് നവീകരണം അവസാന ഘട്ടത്തിലാണെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് അവകാശപ്പെടുന്ന ആരോഗ്യ ഉപകേന്ദ്രവും നവീകരണവും സൗന്ദര്യവൽക്കരണവും പൂർത്തിയായെന്ന് അവകാശപ്പെടുന്ന റോഡുകളും തകർന്നിരിക്കുകയാണെന്നും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന പഞ്ചായത്ത് പ്രസിഡന്റ് PI രാജേന്ദ്രൻ മാപ്പു പറയണമെന്നും ധർണ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മുൻ ജില്ലാ പഞ്ചായത്ത് മെമ്പർ K ജയശങ്കർ പറഞ്ഞു. പാചക തൊഴിലാളികൾക്ക് കൊടുക്കുവാനുള്ള പണം എന്തുകൊണ്ട് നിങ്ങൾ കൊടുത്തു തീർക്കുവാനില്ല? കേരളത്തിലെ ക്ഷേമ പെൻഷനുകൾ വാങ്ങുന്ന വ്യത്യസ്ത ക്ഷേമ പെൻഷനുകൾ വാങ്ങുന്ന ആളുകളുടെ എണ്ണം 1 ലക്ഷത്തിലധികമാ. ഇന്ന് 1.5 ലക്ഷം കോടി രൂപയോളം അവിടെ കെട്ടിക്കിടക്കുമ്പോ ധനപ്രതിസന്ധിയില്ലെങ്കിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഞങ്ങൾ നിങ്ങളോട് ചോദിക്കുന്നു, എന്തുകൊണ്ട്? യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് മഹേഷ് തിപ്പലശ്ശേരി, മണ്ഡലം കോൺഗ്രസ് വൈസ് പ്രസിഡന്റുമാരായ അബ്ദുറഹ്മാൻ പടിഞ്ഞാക്കര, നാസർ കല്ലായി, മനീഷ് തിപ്പലശ്ശേരി, കർഷക കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് K വാസുദേവൻ, യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് MH ഹക്കീം തുടങ്ങിയവർ ധർണയിൽ സംസാരിച്ചു. കടവല്ലൂർ പാറപ്പുറം സെന്ററിൽ നിന്നാരംഭിച്ച മാർച്ചിന് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഫൈസൽ കാഞ്ഞിരപ്പള്ളി, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് നിഷ, ബ്ലോക്ക് സെക്രട്ടറി KV സഹദേവൻ, MM അബ്ദുൾ, CK സുലൈമാൻ, മണ്ഡലം വൈസ് പ്രസിഡന്റുമാരായ കമറുദ്ദീൻ, കുഞ്ഞു മുഹമ്മദ്, മണ്ഡലം കോൺഗ്രസ് ജനറൽ സെക്രട്ടറിമാരായ രാജഗോപാൽ, നാസർ കലുംബ്രം തുടങ്ങിയവർ നേതൃത്വം നൽകി. കോട്ടപ്പടി ചൂൽപ്പുറം ശ്മശാനത്തിന് സമീപം കാർ വൈദ്യുതി കാലുകളിലിടിച്ച് അപകടം. കാർ ഓടിച്ചിരുന്ന ഗുരുവായൂർ സ്വദേശി 68 വയസ്സുള്ള ഗോപിയെ കുന്നംകുളം ആക്ട്സ് പ്രവർത്തകർ ചാവക്കാട്ടെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഉച്ചയ്ക്ക് 2ഓടെയാണ് അപകടം. കുന്നംകുളം ഭാഗത്തു നിന്ന് വന്നിരുന്ന കാറാണ് വൈദ്യുതി കാലുകളിൽ ഇടിച്ചത്. ഇടിയുടെ ആഘാതത്തിൽ വൈദ്യുതി കാൽ തകർന്നു. മേഖലയിലെ വൈദ്യുതി വിതരണവും താറുമാറായി. ഗുരുവായൂർ പോലീസ് സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു. ഗുരുവായൂരിൽ ദർശനത്തിനെത്തിയ ഭക്തന് തെരുവ് വിളക്കിനായി എടുത്ത കുഴിയിൽ വീണ് പരിക്ക്. ഗുരുവായൂർ ബസ് സ്റ്റാൻഡ് പരിസരത്ത് ഫുട്പാത്തിനോട് ചേർന്ന് തെരുവ് വിളക്ക് സ്ഥാപിക്കാനെടുത്ത കുഴിയിലാണ് കഴിഞ്ഞ ദിവസം രാത്രി ക്ഷേത്ര ദർശനത്തിനെത്തിയയാൾ വീണത്. ഇയാളെ ഉടൻ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംഭവം അറിഞ്ഞ് വാർഡ് കൗൺസിലർ ശോഭ ഹരിനാരായണനും മറ്റു BJP പ്രവർത്തകരും സ്ഥലത്തെത്തി. തുടർന്ന് നഗരസഭ ആരോഗ്യ വിഭാഗം ഇവിടെ ബാരിക്കേഡുകൾ സ്ഥാപിച്ചു. അമൃത് പദ്ധതിയുടെ ഭാഗമായി സ്ട്രീറ്റ് ലൈറ്റുകൾ സ്ഥാപിക്കുന്നതിന് യാതൊരു സുരക്ഷയുമില്ലാതെയാണ് കുഴികൾ ഉണ്ടാക്കിയതെന്നും ഇത് അനാസ്ഥയാണെന്നും വാർഡ് കൗൺസിലർ ശോഭ ഹരിനാരായണൻ പറഞ്ഞു. ഗുരുവായൂർ ചാമുണ്ടേശ്ശേരി റോഡിലെ വെള്ളം ഒഴുകിപ്പോകാനുള്ള ഹോളിൽ കാൽ കുടുങ്ങി വീണ് വഴിയാത്രക്കാരിക്ക് പരിക്ക്. പുത്തമ്പള്ളി പാങ്ങിൽ രാജന്റെ ഭാര്യ സുനിതയ്ക്കാണ് പരിക്കേറ്റത്. സുനിതയുടെ മുഖത്തിനും പല്ലിനും പരിക്കുണ്ട്. അപകടം കണ്ട മറ്റു വഴിയാത്രക്കാർ ഉടൻ ആക്ട്സ് പ്രവർത്തകരെ വിവരം അറിയിക്കുകയായിരുന്നു. പരിക്കേറ്റ സുനിതയെ ആദ്യം ദേവസ്വം ആശുപത്രിയിലും പിന്നീട് മലങ്കര ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. അകലാട് ബീച്ചിൽ തിമിംഗലത്തിന്റെ ജഡം കരക്കടിഞ്ഞു. പുന്നൂർ പഞ്ചായത്തിലെ 17-ാം വാർഡിൽ അകലാട് ബീച്ചിൽ വ്യാഴാഴ്ച ഉച്ചയോടെയാണ് ചത്ത തിമിംഗലത്തിന്റെ ശരീരഭാഗങ്ങൾ കരക്കടിഞ്ഞത്. നാട്ടുകാർ വാർഡ് മെമ്പർ മുജീബ് റഹ്മാനെയും മെമ്പർ അഴീക്കോട് ഫിഷറീസ് വകുപ്പിനെയും വിവരമറിയിച്ചു. തുടർന്ന് എരുമപ്പെട്ടി ഫോറസ്റ്റ് റേഞ്ച് ഓഫീസറും തൃശൂർ വെറ്റിനറി ഡോക്ടറും സ്ഥലത്തെത്തി പോസ്റ്റ്മോർട്ടം നടത്തിയ ശേഷം ജഡം കടപ്പുറത്ത് സംസ്കരിച്ചു.
ഗൃഹനാഥൻ മരിച്ച നിലയിൽ മരത്തങ്കോട് കിടങ്ങൂർ ഇല്ലപ്പറമ്പിൽ 52 വയസ്സുള്ള ബാലകൃഷ്ണനെയാണ് ബുധനാഴ്ച രാത്രി 11 മണിക്ക് വീടിനോട് ചേർന്നുള്ള പറമ്പിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സംസ്കാരം പോർക്കുളം ക്രിമിറ്റോറിയത്തിൽ നടന്നു. ഷീബ ഭാര്യയും കൃഷ്ണകൃപ, കൃഷ്ണപ്രിയ എന്നിവർ മക്കളുമാണ്. രാമായണ മാസാചരണത്തിന്റെ ഭാഗമായി പുന്ന അയ്യപ്പ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ രാമായണം സുന്ദരകാന്ഡം പ്രഭാഷണ യജ്ഞം നടത്തി. ആചാര്യ CP നായർ, മമ്മിയൂർ വിജയലക്ഷ്മി ടീച്ചർ എന്നിവർ ആചാര്യന്മാരായി. കാലത്ത് 8 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ നടന്ന യജ്ഞം അന്നദാനത്തോടെ സമാപിച്ചു. മോഹൻദാസ് ചേലനാട്ട്, MB സുധീർ, V പ്രേംകുമാർ, CK ബാലകൃഷ്ണൻ, EV ശശി, PC വേലായുധൻ, MT ഗിരീഷ്, ഗീത വിനോദ്, നളിനി ശിവരാമൻ, കൈപ്പുള്ളി സരസ്വതി എന്നിവർ നേതൃത്വം നൽകി. സുമുഖി കവനികടകുവിനെന്നോ വിശേഷങ്ങൾ സുന്ദരഗാത്രി ചൊല്ലിയിലയോ ചൊല്ലടോ. മനസ്സി ഭയമധികം ഇവനെ കണ്ടു ഞങ്ങൾക്കു മർക്കടാകാരം ധരിച്ചിരിക്കുന്നതും നിശിതമസി വരുവതിനു കാരണമെന്തു ചൊൽ നീ അറിഞ്ഞിലയോ ചൊല്ലിവനാരടോ. ടാർ ചെയ്ത് 1 മാസത്തിനകം തകർന്ന റോഡിൽ കടലാസ് വഞ്ചികൾ ഇറക്കി യൂത്ത് കോൺഗ്രസിന്റെ വേറിട്ട പ്രതിഷേധം. ടാറിംഗ് നടത്തി 1 മാസത്തിനുള്ളിൽ തകർന്ന ഒരുമനയൂർ കുണ്ടുവക്കടവ് റോഡ് സഞ്ചാരയോഗ്യമാക്കുക എന്ന ആവശ്യം ഉന്നയിച്ചാണ് വേറിട്ട പ്രതിഷേധവുമായി യൂത്ത് കോൺഗ്രസ് ഒരുമനയൂർ മണ്ഡലം കമ്മിറ്റി രംഗത്തെത്തിയത്. ഒരുമനയൂർ പഞ്ചായത്ത് 7ാം വാർഡ് മെമ്പർ നസീർ മൂപ്പിൽ ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അശ്വിൻ ചാക്കോ അധ്യക്ഷത വഹിച്ചു. ഹിഷാം കപ്പൽ, പ്രവീണ, സുകന്യ, മനു ആൻഡോ, ചാൾസ് ചാക്കോ, മുഹമ്മദ് റസൽ, കോൺഗ്രസ് നേതാക്കളായ PP നൌഷാദ്, EV ജോയ് തുടങ്ങിയവർ പങ്കെടുത്തു. തൃത്താല ഞാങ്ങാട്ടിരി ബ്ലോക്ക് വനിതാ സഹകരണ സംഘത്തിലെ നിക്ഷേപ തട്ടിപ്പിൽ അന്വേഷണം എങ്ങുമെത്തിയില്ല. സംഭവത്തിൽ തൃത്താല പോലീസ് സ്റ്റേഷനിലെത്തി പ്രതിഷേധിച്ച് VT ബൽറാം. അപ്പോൾ നമ്മളടക്കം 2-3 സമരങ്ങളൊക്കെ പ്രത്യക്ഷത്തിൽ നടത്തി. പോലീസിനെതിരെ ആ നിലയ്ക്ക് പറഞ്ഞിട്ടില്ല. പക്ഷേ നമ്മുടെ ഈ പറഞ്ഞ പോലെ ഒരു ഷോർട്ടേജിന്റെ ഒരു വിഷയം മാത്രമേ ഉള്ളൂ, അതല്ലാണ്ട് സീരിയസ് ഇത്രയും ഒരു ഫ്രോഡാണത്. ആളുകൾ കംപ്ലൈനൻസ് ആണ്, എല്ലാം പാവപ്പെട്ട ആളുകളാണ്, ഒരു ഒട്ടും നിവൃത്തിയില്ലാത്ത ആളുകളാണ്. വലിയ ലക്ഷങ്ങളും കോടികളും കയ്യിലുണ്ടായെന്ന് പോയിട്ട് ഇട്ട ആളുകളല്ല. ചികിത്സയ്ക്ക് വേണ്ട പൈസ, കുട്ടികളെ റെഡി ചെയ്യാൻ വേണ്ട പൈസ, കല്യാണത്തിന് വേണ്ട പൈസ, പെൻഷൻ പൈസ, 25,000, 30,000, ക്യാൻസർ പേഷ്യന്റ് പൈസ, വലിയ ക്രൂരതയാണ്. അപ്പൊ അതുകൊണ്ടാണ് അതിൽ പോലീസ് ഇങ്ങനെ ഒരു അല്ലെങ്കിൽ മൊത്തം സിസ്റ്റം, അപ്പൊ ആരാണോ, പോലീസാണോ, സഹകരണ വകുപ്പാണോ എന്നൊക്കെ നമുക്ക് പിന്നീട് പറയാം. തൃത്താല ഞാങ്ങാട്ടിരി മാട്ടായയിൽ പ്രവർത്തിച്ചിരുന്ന വനിതാ കോപ്പറേറ്റീവ് സംഘത്തിലെ നിക്ഷേപകരാണ് നീതി ലഭിക്കാതെ അലയുന്നത്. മാട്ടായ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സ്ഥാപനം നിക്ഷേപ തട്ടിപ്പ് നടത്തി 5 മാസത്തോളമായി അടച്ചുപൂട്ടി കിടക്കുകയാണ്. സ്ഥിര നിക്ഷേപം, SBRD നിക്ഷേപം തുടങ്ങി നിരവധി സാധാരണക്കാരായ സ്ത്രീ നിക്ഷേപകരുടെ പണമാണ് നഷ്ടപ്പെട്ട നിലയിൽ. നിക്ഷേപ തട്ടിപ്പിന് ഇരയായവരുടെ പരാതിയിൽ തൃത്താല പോലീസ് കേസെടുക്കാൻ തയ്യാറാവാതിരുന്നതോടെ പരാതിക്കാർ ഹൈക്കോടതിയെ സമീപിക്കുകയും കോടതി അന്വേഷണം നടത്താൻ ഉത്തരവിറക്കുകയും ചെയ്തിരുന്നു. സംഭവത്തിൽ കാര്യക്ഷമമായ അന്വേഷണം നടക്കാതായതോടെ മുൻ തൃത്താല MLA VT ബൽറാമിന്റെ നേതൃത്വത്തിൽ ആളുകൾ തൃത്താല പോലീസ് സ്റ്റേഷനിലെത്തി കടുത്ത ഭാഷയിൽ പ്രതിഷേധിച്ചു. അടിയന്തര പ്രാധാന്യത്തോടെ കേസ് രജിസ്റ്റർ ചെയ്യുമെന്ന ഉറപ്പിന്റെ അടിസ്ഥാനത്തിൽ തൽക്കാലം പ്രതിഷേധം അവസാനിപ്പിക്കുകയും ചെയ്തു. DCC സെക്രട്ടറിയും പഞ്ചായത്ത് അംഗവുമായി PV മുഹമ്മദ് അലി, മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് M മണികണ്ഠൻ, M സലീം, അനീസ് മാട്ടായ, KM ഫസലുൽ ഹക്ക്, CP മുസ്തഫ, K ഹാരിസ്, സൽമാൻ ഫാരിസ് തങ്ങൾ, അലി വട്ടോളി എന്നിവർ പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുത്തു. 2 ആഴ്ചക്കകം പരാതിക്കാരായിട്ടുള്ള മുഴുവൻ ആളുകളുടെ കയ്യിൽ നിന്നും പരാതി സ്വീകരിച്ച് അവയിൽ ഓരോന്നിലും FIR സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഇടണമെന്ന് 2 ആഴ്ചക്കകം ഇടണമെന്ന് കഴിഞ്ഞ ജൂൺ മാസം 19-ാം തീയതി ബഹുമാനപ്പെട്ട ഹൈക്കോടതി നിർദ്ദേശിച്ചിട്ടും ഇതുവരെയായിട്ടും അതിന്റെ സർട്ടിഫൈഡ് കോപ്പി കിട്ടിയിട്ടില്ല എന്നൊക്കെയാണ് പോലീസുകാർ പറയുന്നത്. പക്ഷേ 1 മാസം കഴിഞ്ഞിട്ടും ഇപ്പോഴും അത് നടപടികളിലേക്ക് കടന്നിട്ടില്ല എന്നുള്ളതുകൊണ്ടാണ് ഇപ്പോൾ പരാതിക്കാരായിട്ടുള്ള ആളുകളും ഇവിടെ കോൺഗ്രസിന്റെ നേതാക്കന്മാരായിട്ടുള്ള ആളുകളും ജനപ്രതിനിധികളും ഒക്കെ ചേർന്ന് ഇന്ന് പോലീസ് അധികാരികളെ കാണാൻ വേണ്ടി ഞങ്ങൾ എല്ലാവരും കൂടി വന്നത്. വളരെ കൃത്യമായി തന്നെ ഞങ്ങളത് സംസാരിച്ചു. അടിയന്തരമായി തന്നെ ഈ മുഴുവൻ പരാതിക്കാരിൽ നിന്നും പരാതി സ്വീകരിച്ച് FIR ഇടാൻ വേണ്ടിയിട്ടുള്ള തീരുമാനം അടുത്ത തിങ്കൾ ചൊവ്വ ദിവസങ്ങളിലായിട്ടുണ്ടാവും എന്ന് പോലീസ് ഉദ്യോഗസ്ഥർ ഉറപ്പു നൽകി. ഈ കേസുമായി ബന്ധപ്പെട്ട് മറ്റ് തുടർ നടപടികളും നടന്നിട്ടില്ല. AR ഓഫീസുമായി ബന്ധപ്പെട്ട് സഹകരണ വകുപ്പിൽ നിന്ന് ഇതുമായി ബന്ധപ്പെട്ട രേഖകൾ പോലീസ് ഒന്നും തന്നെ ഇതുവരെ സ്വീകരിച്ചതായിട്ട് കാണുന്നില്ല. അപ്പോൾ ആ നിലയിലുള്ള അന്വേഷണം അലംഭാവത്തോടുകൂടി മുന്നോട്ട് പോകുന്ന സാഹചര്യം ഒരു കാരണവശാലും അനുവദിക്കാൻ സാധിക്കില്ല. അങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ തുടർന്നും ശക്തമായിട്ടുള്ള സമരങ്ങളും പോരാട്ടങ്ങളുമായിട്ട് ഞങ്ങൾക്ക് മുന്നോട്ട് പോകേണ്ടതായിട്ട് വരും എന്നുള്ളതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഏതായാലും പോലീസിന് ഞങ്ങൾ ഒരു അവസരം നൽകുകയാണ്. എത്രയും പെട്ടെന്ന് ഇക്കാര്യത്തിൽ സത്വരമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കാൻ പോലീസ് തയ്യാറാവണമെന്ന് ഒരിക്കൽ കൂടി ശക്തമായിട്ട് ആവശ്യപ്പെടുക.
VS അച്യുതാനന്ദന്റെ നിര്യാണത്തിൽ CPIM കണ്ടാണശ്ശേരി കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സർവകക്ഷി അനുശോചന യോഗം സംഘടിപ്പിച്ചു. കണ്ടാണശ്ശേരി സെന്ററിൽ നടന്ന യോഗത്തിൽ ലോക്കൽ സെക്രട്ടറി MV സന്തോഷ് അധ്യക്ഷനായി. CPIM ഏരിയ കമ്മിറ്റി അംഗങ്ങളായ CG രഘുനാഥ്, PA മുസ്തഫ, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഷാജു തരകൻ, NCP സംസ്ഥാന സെക്രട്ടറി AV വല്ലഭൻ, CPI ലോക്കൽ കമ്മിറ്റി അംഗം ഷരീഷ് നാരായണൻ, ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KG പ്രമോദ്, കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് NS ധനൻ എന്നിവർ സംസാരിച്ചു. VSന്റെ വേർപാടിൽ CPIM ചാലിശ്ശേരി ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സർവകക്ഷി അനുശോചന യോഗവും മൗനജാഥയും നടന്നു. പാർട്ടിയുടെ മുതിർന്ന നേതാവും മുൻ MLAയുമായ TP കുഞ്ഞുണ്ണി ഉദ്ഘാടനം ചെയ്തു. KR വിജയമ്മ ടീച്ചർ, TM കുഞ്ഞുകുട്ടൻ, PR കുഞ്ഞുണ്ണി, വിവിധ പാർട്ടികളെ പ്രതിനിധീകരിച്ച സുനിൽകുമാർ, ബാലൻ മാസ്റ്റർ, യൂസഫ് പണിക്കവീട്ടിൽ, KC കുഞ്ഞൻ തുടങ്ങിയ നേതാക്കൾ അനുശോചനം രേഖപ്പെടുത്തി. ചുമട്ടുതൊഴിലാളികൾ, ഓട്ടോറിക്ഷ തൊഴിലാളികൾ, വ്യാപാരികൾ അടക്കമുള്ള നിരവധി പേർ പങ്കെടുത്തു. CPI പാലക്കാട് ജില്ലാ സെക്രട്ടറിയെ തെരഞ്ഞെടുത്ത സുമലത മോഹൻദാസ് കൊപ്പത്തെ EP സ്മൃതി മണ്ഡപത്തിലെത്തി പുഷ്പാർച്ചന നടത്തി. സെക്രട്ടറിയായതിനു ശേഷമുള്ള ആദ്യ പരിപാടി കൂടിയാണ് കൊപ്പത്തേതെന്ന് സുമലത മോഹൻദാസ് പ്രതികരിച്ചു. CPI ജില്ലാ സെക്രട്ടറി സുമലത മോഹൻദാസ് സ്ഥാനമേറ്റതിനു ശേഷമുള്ള ആദ്യ പരിപാടി കൂടിയായിരുന്നു കൊപ്പം മണ്ണേങ്കോട് EP സ്മൃതി മണ്ഡപത്തിലെത്തി ജില്ലാ സെക്രട്ടറി പുഷ്പാർച്ചന നടത്തി. സ്ഥാനം ഏറ്റതിനു പിന്നാലെ ജില്ലയിലെ CPI നേതാക്കളുടെ സ്മൃതി മണ്ഡപത്തിലെത്തി പുഷ്പാർച്ചന നടത്തുന്ന പരിപാടികളാണ് ഇപ്പോൾ നടന്നു വരുന്നതെന്ന് സുമലത മോഹൻദാസ് പറഞ്ഞു. സെക്രട്ടറി ആയിട്ട് ആദ്യത്തെ പരിപാടിയാണ് ജില്ലയിൽ. മൺമറഞ്ഞുപോയ സഖാക്കളെ ഓർത്തുകൊണ്ട് ഈ അവസരത്തിൽ നമ്മുടെ ജില്ലയുടെ പ്രവർത്തനത്തിന് തുടക്കം കുറിക്കുകയാണ്. അവരുടെയൊക്കെ തന്നെ കരുത്തുറ്റ പ്രവർത്തനം നമ്മുടെ മുന്നോട്ട് പോക്കിന് ഒരു വലിയ പ്രചോദനമാകട്ടെ എന്നാണ് ഈ അവസരത്തിൽ ഞാൻ ഓർക്കുന്നത്. തീർച്ചയായും ഈ മൺമറഞ്ഞുപോയ സഖാക്കളുടെ സ്മൃതി കുടീരത്തിൽ നിന്ന് ഇന്ന് പാലക്കാട് ജില്ലയിൽ EP ഗോപാലിൻ്റെ ഉൾപ്പെടെ അതുപോലെ തന്നെ മാധവേട്ടൻ്റെ സ്മൃതി കുടീരം, അതുപോലെ തന്നെ മണ്ണാർക്കാട് കൊന്നശ്ശേരിയുടെ സ്മൃതി കുടീരം, അതുപോലെ തന്നെ പാലക്കാട് മണ്ഡലത്തിലെ R ശങ്കറിൻ്റെ സ്മൃതി കുടീരം, ഇതൊക്കെ തന്നെ നമുക്ക് ഈ ജില്ലയിലെ ഈ പാർട്ടിയെ നയിച്ചവർ, ഈ പാർട്ടിയെ ഈ പ്രസ്ഥാനത്തെ വളർത്തിയവർ, അവരെയൊക്കെ തന്നെ ഓർത്തുകൊണ്ടുള്ള ഒരു തുടക്കം കുറിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് പട്ടാമ്പി മണ്ഡലം പുതിയ ജില്ലാ സെക്രട്ടറിയെ CPI പട്ടാമ്പി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്വീകരിച്ചു. അതായിരുന്നു EP സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തിയത്. CPI സംസ്ഥാന കമ്മിറ്റി അംഗം OK സേതലവി, ജില്ലാ കൗൺസിൽ അംഗം മുഹമ്മദ് മുഹസിൻ MLA, മണ്ഡലം സെക്രട്ടറി MN കരുണാകരൻ, EP ശങ്കരൻ, KC അബ്ദുൽ റഹ്മാൻ, ഡോക്ടർ അരുണ, മറ്റു നേതാക്കളും സന്നിഹിതരായിരുന്നു. VSന്റെ വേർപാടിൽ പുത്തൻകടപ്പുറം GF UP സ്കൂൾ വിദ്യാർത്ഥികളും അധ്യാപകരും മൗന പ്രാർത്ഥന നടത്തി. സലിം മാസ്റ്റർ, SK പ്രിയ, MU അജിത, വിദ്യാർത്ഥി പ്രതിനിധി റിസ നസ്രീൻ എന്നിവർ അനുശോചന യോഗത്തിൽ സംസാരിച്ചു. VS അച്യുതാനന്ദന്റെ നിര്യാണത്തിൽ CPIM മണലൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സർവകക്ഷി അനുശോചന യോഗം സംഘടിപ്പിച്ചു. പൂവത്തൂർ ബസ് സ്റ്റാൻഡിൽ നടന്ന യോഗത്തിൽ മണലൂർ ഏരിയ സെക്രട്ടറി PA രമേശൻ അധ്യക്ഷനായി. മുരളി പെരുന്നെല്ലി MLA, CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം TV ഹരിദാസൻ, CPI മണലൂർ മണ്ഡലം സെക്രട്ടറി VR മനോജ്, വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളായ സലാം വെന്മേനാട്, സർജു തോയക്കാവ്, അസ്കർ അലി തങ്ങൾ, മെജോ മാസ്റ്റർ, ഡൊമിനി റജീബ്, കവി ഡോക്ടർ C രാവുണ്ണി തുടങ്ങിയവർ സംസാരിച്ചു. സർ CP രാമസ്വാമിക്കെതിരെ നടന്ന ഐതിഹാസികമായ ആ പോരാട്ടത്തിൽ കൂടിയ മർദ്ദനം അനുഭവിക്കുന്നു. പിന്നെ ഒളിവിൽ പോകുന്നു. ഒളിവിൽ പോകുന്ന ആ സന്ദർഭത്തിൽ ഒളിവിൽ കഴിഞ്ഞ ആ കാലഘട്ടത്തിലാണ് അത് എവിടെ പൂഞ്ഞാറിലാണ്. പൂഞ്ഞാറിൽ ഒളിവിൽ കഴിയുമ്പോഴാണ് പോലീസ് അദ്ദേഹത്തെ വീണ്ടും പിടികൂടി അതികഠിനമായ മർദ്ദനം. കുന്നംകുളം പോലീസ് സ്റ്റേഷൻ SHO ആയി KG ജയപ്രദീപ് ചുമതലയേറ്റു. മാളയിൽ നിന്നാണ് ഇദ്ദേഹം കുന്നംകുളത്തേക്ക് സ്ഥലം മാറി വന്നത്. 2018 കുന്നംകുളത്ത് SI ആയി ജോലി ചെയ്തിട്ടുണ്ട്. പൂങ്കുന്നം സ്വദേശിയാണ്. കുന്നംകുളത്ത് കഴിഞ്ഞ 3 വർഷം SHO ആയിരുന്ന UK ഷാജഹാൻ വടക്കാഞ്ചേരിയിലേക്കാണ് സ്ഥലം മാറിയത്. CBSE ക്ലസ്റ്റർ 10 അത്ലറ്റിക് മീറ്റിന് കുന്നംകുളം സീനിയർ ഗ്രൗണ്ട് സിന്തറ്റിക് സ്റ്റേഡിയത്തിൽ തുടക്കമായി. ജൂലൈ 24, 25, 26 തീയതികളായി നടക്കുന്ന അത്ലറ്റിക് മീറ്റിന് കുന്നംകുളം ഗുഡ് ഷെപ്പേർഡ് CMI സ്കൂൾ ആണ് ആതിഥേയത്വം വഹിക്കുന്നത്. ഗുഡ് ഷെപ്പേർഡ് സ്കൂൾ മാനേജർ ഫാദർ വിജു കോലങ്ങണ്ണി അത്ലറ്റിക് മീറ്റ് ഉദ്ഘാടനം ചെയ്തു.
പ്രിൻസിപ്പാൾ ഫാദർ ലിജോ പോൾ CMI അധ്യക്ഷത വഹിച്ചു. വാർഡ് കൗൺസിലർ ബിജു C. ബേബി വിദ്യാർത്ഥികൾക്ക് ദീപശിഖ കൈമാറി. കായികമേളയിൽ സംസ്ഥാനത്തെ 100ഓളം CBSE വിദ്യാലയങ്ങളിൽ നിന്നായി 2000-ലധികം വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്നുണ്ട്. പെരുമ്പിലാവ് TM വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ചാന്ദ്രദിനം ആചരിച്ചു. സ്കൂൾ അസംബ്ലിയിൽ കുട്ടികൾക്ക് ചാന്ദ്രദിനത്തിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളെക്കുറിച്ച് ബോധവൽക്കരണം നടത്തി. ചാന്ദ്രയാനം എന്ന പേരിൽ എക്സിബിഷൻ, റോക്കറ്റ് നിർമ്മാണ മത്സരം, ക്വിസ്, ചന്ദ്രനിൽ ഇറങ്ങിയതിന്റെ വീഡിയോ പ്രദർശനം എന്നിവ നടന്നു. ചാന്ദ്രദിന പതിപ്പും ചന്ദ്രന്റെ വൃദ്ധിക്ഷയങ്ങളുടെ ചിത്രീകരണവും ക്ലാസ് അടിസ്ഥാനത്തിൽ നടത്തി. മത്സരങ്ങളിൽ വിജയികളായവരെ അഭിനന്ദിച്ചു. സ്കൂൾ ഹെഡ്മാസ്റ്റർ രാജു ഡേവിഡ്, മറ്റ് അധ്യാപകർ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഗുരുവായൂർ ലിറ്റിൽ ഫ്ലവർ കോളേജിലെ മൾട്ടിമീഡിയ വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ ഡിപ്പാർട്ട്മെന്റുകളുടെ അസോസിയേഷൻ ഉദ്ഘാടനവും ദേശീയ ശില്പശാലയും നടത്തി. കോളേജ് കോൺഫറൻസ് ഹാളിൽ നടന്ന പരിപാടി ഡെക്കാൻ ഹെറിറ്റേജ് ഫൗണ്ടേഷൻ മൈസൂരിലെ ഫോട്ടോഗ്രാഫറും ദൃശ്യ കലാകാരനുമായ KR കൃഷ്ണരാജ് ഉദ്ഘാടനം ചെയ്തു. കോളേജ് വൈസ് പ്രിൻസിപ്പാൾ സിസ്റ്റർ ലവ്ലി ജേക്കബ് അധ്യക്ഷയായിരുന്നു. സിസ്റ്റർ ജിൻസ K. ജോയ്, അൽജോ ജോസ് എന്നിവർ സംസാരിച്ചു. ജിത്തു ജോർജ്, VJ നിതിഷ, PS സുധീഷ, KP ഭാഗ്യ എന്നിവർ സന്നിഹിതരായിരുന്നു. കർക്കിടക വാവിനോടനുബന്ധിച്ച് വിവിധ ക്ഷേത്രങ്ങളിൽ ബലിയിടൽ കർമ്മങ്ങൾ നടന്നു. വിശദാംശങ്ങളിലേക്ക്. ഗുരുവായൂർ ശ്രീ പെരുന്തട്ട ശിവക്ഷേത്രത്തിൽ ആചാര്യൻ രാമകൃഷ്ണൻ ഇളയത്ത് കാർമ്മികത്വം വഹിച്ചു. ബലിതർപ്പണത്തിൽ 1500-ൽ പരം പേർ പങ്കെടുത്തു. പാലഞ്ചേരി കുറിഞ്ചു ദേവസ്വങ്ങളുടെ നേതൃത്വത്തിൽ ചിറമനേങ്ങാട് കാലടി മനക്കത്താഴം കടവിൽ ആചാര്യൻ ഉണ്ണികൃഷ്ണന്റെ നേതൃത്വത്തിൽ കർമ്മങ്ങൾ നടന്നു. 500ഓളം പേർ പങ്കെടുത്തു. പാഴിയോട്ടുമുറി ശ്രീ പാറക്കുളങ്ങര ഭഗവതി ക്ഷേത്രത്തിൽ 6 മണിക്ക് ആരംഭിച്ച ബലിതർപ്പണം 8 മണിയോടെ സമാപിച്ചു. ക്ഷേത്രത്തിൽ നടന്ന വിശേഷാൽ പൂജകൾക്ക് പൂജാരി TR ബിനീഷ് കാർമ്മികത്വം വഹിച്ചു. ബലിതർപ്പണത്തിന് രാജീവ് ശർമ്മ വിങ്കിടങ്ങ് മുഖ്യ കാർമ്മികനായി. നിരവധി ഭക്തർ പിതൃക്കൾക്ക് ബലിയർപ്പിച്ചു. വേലൂർ വടക്കുമുറി കണ്ടംകുളങ്ങര ശിവക്ഷേത്രത്തിൽ പാർലിക്കാട് ഗിരീഷ് സ്വാമി കർമ്മങ്ങൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. കർക്കിടകം 18 ഞായറാഴ്ച മഹാഗണപതി ഹോമം, 101 കുടം അഭിഷേകം എന്നിവ ഉണ്ടായിരിക്കും. ഗുരുവായൂർ പെരുന്തട്ട ശിവക്ഷേത്രക്കുള്ള പരിസരത്ത് ആചാര്യൻ രാമകൃഷ്ണ ഇളയതിൻ്റെ മുഖ്യ കാർമ്മികത്വത്തിൽ പുലർച്ചെ 4-ന് ആരംഭിച്ച ചടങ്ങുകൾ രാവിലെ 9:30 വരെ നീണ്ടു. ബലിതർപ്പണത്തിന് ക്ഷേത്രക്കുള്ള പരിസരത്ത് വിപുലമായ സജ്ജീകരണങ്ങൾ ഒരുക്കിയിരുന്നു. തിലഹോമം തുടങ്ങി അനുബന്ധ വഴിപാടുകളും ക്ഷേത്രത്തിൽ നടത്താനും അവസരമൊരുക്കിയിരുന്നു. ഭക്തർക്കായി ലഘുഭക്ഷണവും നൽകി. വിജയകുമാർ അകമ്പടി, രാജു ഇളയടത്ത്, ഹരി വടക്കൂട്ട്, P. ഹരിനാരായണൻ, V. ബാലകൃഷ്ണ മേനോൻ, K. അരവിന്ദാക്ഷ മേനോൻ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. പൊന്നയൂർക്കുളം തൃപ്പറ്റ് ശിവക്ഷേത്രത്തിൽ ക്ഷേത്രമുറ്റത്ത് പ്രത്യേകം തയ്യാറാക്കിയ ബലിപ്പുരയിൽ പുലർച്ചെ 3:30 ബലിതർപ്പണം ആരംഭിച്ചു. കർമ്മി മഞ്ചേഷ് പാലയൂർ നേതൃത്വം നൽകി. തിലഹോമവും നടന്നു. ബലിതർപ്പണത്തിനു ശേഷം ഭക്തർക്ക് ലഘുഭക്ഷണവും ഒരുക്കിയിരുന്നു. ചെറുവത്താനി ആറാട്ടുകടവ് ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ പുലർച്ചെ 3-ന് ചടങ്ങുകൾ ആരംഭിച്ചു. 1700-ൽ പരം ആളുകൾ തർപ്പണത്തിനെത്തി. തിലഹോമവും നടന്നു. ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകൾ, ഗണപതി ഹോമം എന്നിവയുമുണ്ടായി. ശാന്തിമാരായ PA അനീഷ്, K. പുരുഷോത്തമൻ, സന്ദീപ്, സന്തോഷ് എന്നിവർ കാർമ്മികരായി. ക്ഷേത്രം ട്രസ്റ്റ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് AG പ്രസാദ്, സെക്രട്ടറി MA സുബ്രഹ്മണ്യൻ, ട്രഷറർ CV മോഹൻദാസ്, മാനേജർ VK പരമേശ്വരൻ, PI ചന്ദ്രൻ എന്നിവർ നേതൃത്വം നൽകി. കുന്നംകുളം സേവാഭാരതി പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ലഘുഭക്ഷണവും ഒരുക്കിയിരുന്നു. തൂവാനൂർ ശ്രീ പാലത്തും ഭഗവതി ക്ഷേത്രത്തിൽ ബലിതർപ്പണം പുലർച്ചെ 4 മണി മുതൽ ആരംഭിച്ചു. ചടങ്ങുകൾക്ക് സുരേഷ് ശാന്തി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്രം മേൽശാന്തി കാലകണ്ഠൻ വിബീഷ് ക്ഷേത്ര പൂജാതി കർമ്മങ്ങൾ നിർവഹിച്ചു. ക്ഷേത്രം പ്രസിഡന്റ് സുധീർ ചൂണ്ടൽ, സെക്രട്ടറി CG നിഖിൽ, ഓഫീസ് ചുമതലക്കാരനായ ഉണ്ണിനായർ, ദേവൻ കണിപ്പയ്യൂർ, രാജൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. പെരുമ്പിലാവ് പൊറവൂർ ശിവവിഷ്ണു ക്ഷേത്രത്തിലെ ചടങ്ങുകൾ പുലർച്ചെ 4 മണി മുതൽ ആരംഭിച്ചു. ചടങ്ങുകൾക്ക് തിരുനാനായ ഗോകുൽ നാരായണനിളയത് കാർമ്മികത്വം വഹിച്ചു. തർപ്പണശേഷം പിതൃമോക്ഷത്തിനായി നടത്തുന്ന തിലഹവനം, സായുജ്യപൂജ, കൂട്ടുഗണപതി ഹോമം എന്നീ പ്രത്യേക വഴിപാടുകളും ക്ഷേത്രത്തിൽ നടത്താനുള്ള സൗകര്യമൊരുക്കിയിരുന്നു. ക്ഷേത്രഭരണ സമിതി ഭാരവാഹികൾ നേതൃത്വം നൽകി. ചാലിശ്ശേരി കവുക്കോട് ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ രാവിലെ 5 മണി മുതൽ ബലിതർപ്പണം ആരംഭിച്ചു. ചടങ്ങുകൾക്ക് പാലക്കാട്ടിരിമന ശങ്കരൻ നമ്പൂതിരി, ജയൻ നമ്പൂതിരി എന്നിവർ കാർമ്മികത്വം വഹിച്ചു. 500-ലധികം പേർ ബലിതർപ്പണം നടത്തി. തിലഹോമവും നടന്നു. ബലിതർപ്പണത്തിനായി എത്തിയവർക്ക് ചുക്കുകാപ്പിയും പ്രഭാതഭക്ഷണവും ഒരുക്കിയിരുന്നു. ഒരുക്കങ്ങൾക്ക് ക്ഷേത്രം ക്ലർക്ക് പ്രദീപ് ചെറുവാശ്ശേരി, ശിവരാത്രി ആഘോഷ കമ്മിറ്റി അംഗങ്ങളായ MA വിജയൻ, EV വിജീഷ്, K. രാധാകൃഷ്ണൻ, K. ശങ്കരവാര്യർ, CK സുരേന്ദ്രൻ, CK മണികണ്ഠൻ, T. നാരായണൻ തുടങ്ങിയവർ നേതൃത്വം നൽകി.
കൊരട്ടിക്കര വിഷ്ണു ഭഗവതി ക്ഷേത്രത്തിൽ കർക്കിടക വാവുബലി തർപ്പണത്തിന് 3 ജില്ലകളിൽ നിന്നായി 100 കണക്കിന് പേരെത്തി. അമാവാസി ദിനമായ വ്യാഴാഴ്ച പുലർച്ചെ 4 മണി മുതൽ ക്ഷേത്രം മേൽശാന്തി അനിൽകുമാർ മേപ്പറമ്പത്തിന്റെ നേതൃത്വത്തിലായിരുന്നു പിതൃമോക്ഷത്തിനായുള്ള തർപ്പണ ചടങ്ങുകൾ നടന്നത്. ബലിയിട്ടതിനു ശേഷം പിതൃത്വത്തിനു വേണ്ടി നടത്തുന്ന സായൂജ പൂജ, തിലഹവനം, താമരമാല ചാർത്തൽ, പാൽപായസ നിവേദ്യം എന്നീ പ്രത്യേക വഴിപാടുകളും ഉണ്ടായിരുന്നു. കർക്കിടക മാസാചരണത്തിന്റെ ഭാഗമായി 1 മുതൽ ആരംഭിച്ച ഔഷധക്കഞ്ഞി വിതരണം കർക്കിടകം 10 വരെ ക്ഷേത്രത്തിൽ ഉണ്ടായിരിക്കും. ചടങ്ങുകൾക്ക് ക്ഷേത്ര ഭരണസമിതി, മാതൃസമിതി, താലക്കമ്മിറ്റി എന്നിവർ നേതൃത്വം നൽകി. അഗതിയൂർ കലശമലച്ചിറയിൽ ശിവവിഷ്ണു ക്ഷേത്രത്തിൽ കർക്കിടക വാവിനോടനുബന്ധിച്ച് മോഹനൻ നായരുടെ കാർമ്മികത്വത്തിൽ നടന്ന ബലികർമ്മങ്ങളിൽ 2000-ൽ പരം ഭക്തജനങ്ങൾ പങ്കെടുത്തു. തിലഹവനം, സായുജ്യ പൂജ തുടങ്ങിയ വിശേഷാൽ പൂജകളും ഉണ്ടായിരുന്നു. ചടങ്ങുകൾക്ക് ക്ഷേത്രം ഭാരവാഹികളായ ശശി വാസുദേവൻ, ബാലകൃഷ്ണൻ, പ്രദീപ് എന്നിവർ നേതൃത്വം നൽകി. കരിക്കാട് കാരുകുളം മഹാശിവവിഷ്ണു ക്ഷേത്രത്തിൽ വാവുബലി തർപ്പണത്തിൽ നിരവധി പേർ പങ്കെടുത്തു. പുലർച്ചെ 4 മണി മുതൽ തർപ്പണ ചടങ്ങുകൾ ആരംഭിച്ചു. ശാന്തി ജയേഷ് കോട്ടപ്പടി കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്രത്തിൽ പിതൃമോക്ഷത്തിനായുള്ള പ്രത്യേക വഴിപാടുകളും ഉണ്ടായിരുന്നു. രാമായണ പാരായണ സമാപന ദിവസമായ ജൂലൈ 27-ന് തണ്ടങ്കാട്ടിൽ രുദ്രമാല ഭഗവതേ ക്ഷേത്രത്തിൽ നിന്ന് ശ്രീരാമ പട്ടാഭിഷേക ഘോഷയാത്രയും തുടർന്ന് അന്നദാനവും ഉണ്ടായിരിക്കുമെന്ന് ക്ഷേത്ര ഭാരവാഹികൾ അറിയിച്ചു. പഴനി ചെറുതുരുത്തി തുപ്പേശ്വര മഹാദേവ ക്ഷേത്രത്തിൽ കർക്കിടക വാവുബലിക്ക് പിതൃതർപ്പണം ചെയ്യാൻ ആയിരങ്ങളെത്തി. ക്ഷേത്രത്തിൽ പുലർച്ചെ മുതൽ ബലിതർപ്പണം തുടങ്ങി. 2 സ്ഥലത്ത് പിതൃതർപ്പണത്തിന് സൗകര്യമൊരുക്കിയിരുന്നു. ഗുരുപ്രഭാശ്രമം സെക്രട്ടറി അമയാനന്ദ സ്വാമി, ക്ഷേത്രം ശാന്തിമാരായ സുമേഷ്, വേലായുധൻ എന്നിവരുടെ പ്രധാന കാർമ്മികത്വത്തിൽ തിലഹവനം, സായൂജ പൂജ എന്നീ വഴിപാടുകളും ക്ഷേത്രത്തിൽ നടന്നു. തർപ്പണശേഷം പ്രഭാത ഭക്ഷണം ക്ഷേത്രത്തിൽ ഒരുക്കിയിരുന്നു. കർക്കിടക വാവുബലിയോടനുബന്ധിച്ച് കടങ്ങോട് മല്ലൻകുഴി മല്ലൻകാവിൽ തിലഹോമവും വിശേഷാൽ പൂജകളും നടന്നു. പുലർച്ചെ 5:30-ന് ഗണപതി ഹോമം നടന്നു. കാവിലെ പൂജകൾക്ക് മേൽശാന്തി ചെമ്മന്തിട്ട പ്രതീഷ് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ബലിതർപ്പണ ചടങ്ങുകൾക്ക് സുധി ശാന്തി കാർമ്മികനായി. ക്ഷേത്രം കമ്മിറ്റി ഭാരവാഹികളായ KG സുധാകരൻ, ശശി പ്ലാച്ചേരി, KN മനു, പുതൂർ ബാലകൃഷ്ണൻ, OA തങ്ക, ലളിത ഉണ്ണികൃഷ്ണൻ, മണി, കുഞ്ഞുമണിയൻ എന്നിവർ നേതൃത്വം നൽകി. 1000-ലധികം ഭക്തർ പിതൃതർപ്പണം നടത്തി. കീരാലൂർ ശിവക്ഷേത്രത്തിൽ കർക്കിടക വാവുബലി തർപ്പണം നടത്തി. ഹരിതിരുമേനി തിരൂർ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഉപദേശക സമിതിയുടെ നേതൃത്വത്തിൽ രാവിലെ 5:30-ന് ചടങ്ങുകൾക്ക് തുടക്കമായി. കോട്ടപ്പുറം മണ്ണത്രിക്കോവ് ശിവക്ഷേത്രത്തിൽ പ്രത്യേകം തയ്യാറാക്കിയ മണ്ഡപത്തിൽ ഹോമകുണ്ഡം തയ്യാറാക്കി തിലഹോമം നടത്തി. ബലിതർപ്പണത്തിന് KA നടരാജൻ കാർമ്മികത്വം വഹിച്ചു. കടപ്പുറം മൂസ റോഡ് ഖാദ്രിയ മസ്ജിദിൽ എല്ലാ വ്യാഴാഴ്ചയും നടത്തിവരാറുള്ള നാരിയത്ത് സ്വലാത്ത് 46-ാം വാർഷികവും അന്നദാന വിതരണവും നടന്നു. പള്ളി ഇമാം സയ്യിദ് നൂറുദ്ദീൻ കോയത്തങ്ങൾ പ്രാർത്ഥന നിർവഹിച്ചു. വ്യാഴാഴ്ച വൈകിട്ട് നടക്കുന്ന ദുആ മജ്ലിസിൽ മഹല്ല് ഖത്തീബ് ഹാരിസ് മനുൽ ഫൈസി ലക്ഷദ്വീപ് മുഖ്യപ്രഭാഷണം നടത്തി. സയ്യിദീൻ കോയത്തങ്ങൾ, അൽ ബുഖാരി സുഹരി, കാടാമ്പുഴ സ്വലാത്ത് ദുആ നേതൃത്വം നൽകി. ആറങ്ങാടി ഉപ്പാപ്പ പള്ളി ഖത്തീബ് റാഷിദ് ബാഖവി മഞ്ചേരി, കോളനി റഹ്മാനിയ പള്ളി ഖത്തീബ് റിയാസ് ഫൈസി എന്നിവർ പങ്കെടുത്തു. പ്രകൃതി സംരക്ഷണ സംഘത്തിന്റെ നേതൃത്വത്തിൽ മരത്തങ്കോട് ഓട്ടോ പാർക്കിൽ തണൽ മരം നട്ടു. മരത്തങ്കോട് ഓട്ടോ ഡ്രൈവേഴ്സ് യൂണിയന്റെ സഹകരണത്തോടെ നടന്ന പദ്ധതിയുടെ ഉദ്ഘാടനം കുന്നംകുളം പോലീസ് അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ CV മധു നിർവഹിച്ചു. പ്രകൃതി സംരക്ഷണ സംഘം ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ ജോൺസൺ ആളൂർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ KK മണി മുഖ്യാതിഥിയായി. വൃക്ഷത്തൈ കൈമാറ്റം സംസ്ഥാന കോർഡിനേറ്റർ ഷാജി തോമസ് നിർവഹിച്ചു. വാർഡ് മെമ്പർ ടെസി ഫ്രാൻസിസ്, ഓട്ടോ ഡ്രൈവേഴ്സ് യൂണിയൻ പ്രസിഡന്റ് PB മുകേഷ്, പ്രകൃതി സംരക്ഷണ സംഘം ജില്ലാ ട്രഷറർ ശങ്കർ നാരായണൻ, ഓട്ടോ ഡ്രൈവേഴ്സ് യൂണിയൻ ഭാരവാഹികളായ AS മുസ്തഫ, KC പ്രേമൻ, KV പ്രസാദ്, TK മുകുന്ദൻ എന്നിവർ സംസാരിച്ചു. ഓട്ടോ തൊഴിലാളികളും സമീപവാസികളും പങ്കെടുത്തു. കർക്കിടകവാവ് ബലിസ്മൃതി ദിനത്തിൽ ഗുരുവായൂർ ക്ഷേത്ര പാരമ്പര്യ തറവാട്ട് കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ പിതൃസ്മൃതി ദിനാചരണ സദസ്സ് സംഘടിപ്പിച്ചു. രുക്മിണി റീജൻസിയിൽ കൂട്ടായ്മ പ്രസിഡന്റ് KT ശിവരാമൻ നായരുടെ അധ്യക്ഷതയിൽ ചേർന്ന സദസ്സ് ഗുരുവായൂർ നഗരസഭാ ചെയർമാൻ M കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു. 10,001 രൂപയും ഫലകവും അടങ്ങിയ തെക്കുമുറി മാധവൻ നായർ സ്മാരകാർത്ഥം നൽകുന്ന പിതൃസ്മൃതി പുരസ്കാരം ജ്യോതിഷരത്നം കാണിപ്പയ്യൂർ നാരായണൻ നമ്പൂതിരിപ്പാടിനും, കണ്ടിയൂർ സുശീലാമ സ്മാരക മാതൃസ്മൃതി പുരസ്കാരം ചൊവ്വലൂർ സരസ്വതി കൃഷ്ണൻകുട്ടിക്കും ഗുരുവായൂർ ക്ഷേത്രം തന്ത്രി ചേന്നാസ് ദിനേശൻ നമ്പൂതിരിപ്പാട് സമ്മാനിച്ചു. പിതൃതർപ്പണാചാര്യൻ രാമകൃഷ്ണൻ ഇളയതിനെ ദക്ഷിണയും വസ്ത്രവും നൽകി ഗുരുവന്ദനവും നടത്തി. വിദ്യാർത്ഥികൾക്ക് എൻഡോമെന്റ് സ്കോളർഷിപ്പുകളും പഠനോപകരണങ്ങളും വിതരണം ചെയ്തു. നഗരസഭാ പ്രതിപക്ഷ നേതാവ് KP ഉദയൻ, കൗൺസിലർ ശോഭ ഹരിനാരായണൻ, ദേവസ്വം മുൻ ഡെപ്യൂട്ടി അഡ്മിനിസ്ട്രേറ്റർ R നാരായണൻ, അഡ്വക്കേറ്റ് രവി ചങ്കത്ത്, അനിൽ കല്ലാറ്റ്, ബാലൻ വാറനാട്ട്,
ശ്രീധരൻ മാമ്പുഴ, ഡോക്ടർ കെ കൃഷ്ണദാസ്, മുരളി അകമ്പടി എന്നിവർ സംസാരിച്ചു. നേരത്തെ കൂട്ടായ്മ കുടുംബങ്ങളിൽ നിന്ന് വിട പറഞ്ഞ സ്ഥാപക സാരഥികളായ എ വേണുഗോപാൽ, ജനു ഗുരുവായൂർ തുടങ്ങി 30ഓളം പേരുടെ അലങ്കരിച്ചു വെച്ച ഛായാചിത്രങ്ങളിൽ കുടുംബാംഗങ്ങൾ ഒത്തുചേർന്ന് പുഷ്പാർച്ചന നടത്തി അനുസ്മരിച്ച് പ്രാർത്ഥനയോടെയാണ് ചടങ്ങിന് തുടക്കം കുറിച്ചത്. സ്നേഹവിരുന്നുമുണ്ടായിരുന്നു. ജയറാം ആലക്കൽ, മുരളി മുള്ളത്ത്, കെ ടി ദാക്ഷായണി, ഹരിദാസ് മാമ്പുഴ, രവി വട്ടരങ്ങത്ത്, നിർമ്മല നായ്ക്കത്ത്, സരള മുള്ളത്ത്, രാധാ ശിവരാമൻ, കാർത്തിക കോമത്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി. കുന്നംകുളം നഗരസഭയും ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറി ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററും ചേർന്ന് ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് നടത്തി. വട്ടംപാടം റോസ് ഓഡിറ്റോറിയത്തിൽ നടന്ന ക്യാമ്പിന് വാർഡ് കൗൺസിലർ സുജീഷിന്റെ സാന്നിധ്യത്തിൽ ഡിസ്പെൻസറിയിലെ ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ മിഥു കെ തമ്പി നേതൃത്വം നൽകി. സ്ഥാപനത്തിലെ സ്റ്റാഫ് അംഗങ്ങൾ, ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കമ്മിറ്റി അംഗം എന്നിവർ പങ്കെടുത്തു. 75ഓളം ആളുകൾ ക്യാമ്പിൽ പങ്കെടുത്തു. മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി MA ഗ്രാഫിക് ഡിസൈനിങ്ങിൽ ഗ്ലിൻസി സ്കറിയ 2ാം റാങ്ക് കരസ്ഥമാക്കി. പഴഞ്ഞി പുലിക്കോട്ടിൽ PV സ്കറിയാച്ചൻ ശോഭ ദമ്പതികളുടെ മകളാണ്. കോതമംഗലം എൽദോ മാർ ബസേലിയസ് കോളേജിലാണ് പഠനം പൂർത്തിയാക്കിയത്. ഇനി സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണ്ണം ഗ്രാമിന് 9210 രൂപ, പവന് 73,680 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 125 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാണിപ്പയൂരിലെ മാല മോഷണം, പ്രതികൾ പിടിയിലായതായി സൂചന. 82കാരിയുടെ മാല കവർന്ന സംഭവത്തിൽ കസ്റ്റഡിയിലുള്ളത് പൊറക്കളങ്ങാട് ആനയ്ക്കൽ സ്വദേശികൾ. ഇവരെ പിടികൂടിയത് ഗുരുവായൂരിലെ ലോഡ്ജിൽ നിന്ന്. പിതൃമോക്ഷ പുണ്യവുമായി കർക്കിടക വാവുബലി. പിതൃദോഷം അകറ്റാനും പിതൃകൾക്ക് ആത്മശാന്തി ലഭിക്കാനുമായി ക്ഷേത്രങ്ങളിൽ നടന്ന ബലിയിടൽ ചടങ്ങുകൾ ഭക്തി നിർഭരം. ക്ഷേത്രങ്ങളിലും സ്നാനഘട്ടങ്ങളിലും ബലിയിടാനായി ആയിരങ്ങളെത്തി. കുന്നംകുളം പുതിയ ബസ് സ്റ്റാൻഡിനടുത്ത് തെരുവുനായ ആക്രമണം, 3 പേർക്ക് കടിയേറ്റു. കുന്നംകുളം ഗുരുവായൂർ റോഡിൽ നിന്നും ഖാദി ബിൽഡിംഗ് വഴി പുതിയ ബസ് സ്റ്റാൻഡിലേക്ക് പോകുന്ന വഴിയിലാണ് തെരുവുനായ്ക്കൾ വിഹരിക്കുന്നത്. നഗരസഭ സത്വര നടപടികൾ സ്വീകരിക്കണമെന്ന ആവശ്യം. അന്തരിച്ച മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദനെ സാമൂഹിക മാധ്യമത്തിലൂടെ അധിക്ഷേപിച്ചുവെന്നാരോപിച്ച് അധ്യാപകനെതിരെ പോലീസിൽ പരാതി. ചാത്തന്നൂർ ഹൈസ്കൂളിലെ അധ്യാപകൻ KC വിപിനെതിരെ ഡിവൈഎഫ്ഐ കറുകപ്പത്തൂർ മേഖലാ സെക്രട്ടറി TR കിഷോറാണ് ചാലിശ്ശേരി പോലീസിൽ പരാതി നൽകിയത്. ടാർ ചെയ്ത് 1 മാസത്തിനകം തകർന്ന റോഡിൽ കടലാസ് വഞ്ചികൾ ഇറക്കി യൂത്ത് കോൺഗ്രസിന്റെ വേറിട്ട പ്രതിഷേധം. ഒരുമനിയൂർ കുണ്ടുവക്കടവ് റോഡ് സഞ്ചാരയോഗ്യമാക്കുക എന്ന ആവശ്യം ഉന്നയിച്ച് യൂത്ത് കോൺഗ്രസ് ഒരുമനിയൂർ മണ്ഡലം കമ്മിറ്റിയാണ് വേറിട്ട പ്രതിഷേധം നടത്തിയത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.